അതങ്ങനെ വരും. ഹായ്, അപ്പോഴേ ഞാനിന്ന് വന്നത് ഞങ്ങളുടെ അഗ്രി സ്പ്രേ ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്പ്രേയറിനെ കുറിച്ചാണ് പറയാനാണ്, അഗ്രി സ്പ്രേയറിനെ കുറിച്ച്. അപ്പം ഇത്രയും പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ എനിക്ക് എന്തായാലും സ്പ്രേയറിൻ്റെ നല്ല രീതിയിൽ സ്പ്രേയർ അത്യാവശ്യമാണ്. കാരണം ഞാൻ ഒത്തിരി പച്ചക്കറി തൈ ഞാൻ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്, വിത്തിട്ട് പച്ചക്കറി തൈ ആക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ 2 നേരവും ഞാൻ ഇങ്ങനെ 2 നേരമുള്ള വെള്ളം ഉണങ്ങുന്നതനുസരിച്ച് കൈകൊണ്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല സ്പ്രേ ചെയ്യുന്നതാണ് കൂടുതൽ ഏറ്റവും എളുപ്പമാണ്. കാരണം ഒരുപാടാകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പം വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇതാകുമ്പം ഒരു പാടുമില്ല, ഈ രീതിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് പോയാൽ നമുക്ക് ജൈവ കീടനാശിനി സ്പ്രേ ചെയ്യണമെങ്കിലും വളം സ്പ്രേ ചെയ്യണമെങ്കിലും എന്തിനും നമുക്ക് ഈ സ്പ്രേയർ അത്യാവശ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് തൈ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് നല്ല പ്രയോജനമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആമസോണിൽ നിന്ന് 2000 രൂപയ്ക്കകത്തായിരുന്നു റേറ്റ്. അപ്പം ഇതൊരു മോട്ടറാണ്. ഈ മോട്ടർ ഇതാണ്ട നമ്മുടെ മൊബൈൽ ചാർജർ ചെയ്യുന്ന കണക്ക് ഉണ്ട്, ഈ ടൈപ്പാണ്. ഇതിൽ നമുക്കിത് കുത്തിയിടാം, കാണാക്കുന്നല്ലേ. പിന്നെ നമുക്ക് ഈ വയറുണ്ടല്ലേ, ഈ ട്യൂബ് ഇവിടെ കുത്തിയിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് എവിടെ വേണമെങ്കിലും നമ്മൾ പോകുന്നിടത്തൊക്കെ ഇത് കൊണ്ടുപോകാം. ഈ ബക്കറ്റിനകത്തുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഏത് പാത്രം കപ്പ് വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ സ്പ്രേ ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ഫിൽറ്ററുണ്ട്, അരിപ്പുണ്ട്. അപ്പോൾ ഈ എന്തെങ്കിലും അഴുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ അരിച്ചങ്ങ് വരും, അപ്പോൾ സ്പ്രേയർ കേടാവത്തതുമില്ല. പിന്നെ ഇതുപോലെ ഇളക്കിയെടുക്കാം, കണ്ടോ. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയെടുത്ത് പോകുന്ന സ്ഥലത്തൊക്കെ വേണമെങ്കിൽ നമുക്കിത് കവർ ഇട്ടുകൊണ്ട് പോവാം. ഇതുപോലെ ഇളക്കിയെടുത്ത് ഉപയോഗിക്കാം. ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ, ഇത് ഫിറ്റ് ചെയ്യുന്നതും ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ ഫിറ്റ് ചെയ്യുക, ഇതിങ്ങനെ വെള്ളത്തിടണം. വെള്ളത്തിൽ ഇട്ടിട്ട് ഇതാ ഇവിടെ ഒരു ബട്ടണുണ്ട്, കണ്ടോ. ആ ബട്ടൺ ഉപയോഗിച്ച് ആ വെള്ളമാണെങ്കിലോ ജൈവ കീടനാശിനി ആണെങ്കിലോ വളമാണെങ്കിലോ എന്ത് വേണമെങ്കിലും ഏതൊക്കെ രീതി, ഹെഡൊക്കെ പല രീതിയിലുണ്ട് കേട്ടോ, ഒരുപാട് വെള്ളം വരുന്നുണ്ട്. ഇത് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിന് തന്നെ സ്പീഡ് മറ്റേ സാധാ സ്പീഡ് കൂട്ടി, കണ്ടോ. ഇതാണ്ട് സ്പീഡ് കുറച്ച്. ഇനി ഞാൻ ഇത് ഒന്ന് കാണിച്ചു തരാം സ്പ്രേ ചെയ്യുന്നത്. കോളിഫ്ലവറിന് സ്പീഡ് ഇച്ചിരി കുറയ്ക്കാം നമുക്ക്. മാറിയോ കൂടാ, കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ട്രേയിലാക്കി വെച്ച പച്ചക്കറി തയ്യാ, അല്ല പച്ചക്കറിയുടെ വിത്ത് മുളച്ചതാ. മുളവിൻ്റെ വിത്തുണ്ടല്ലേ, ഉണ്ടമുളകും കാന്തരിക്ക മുളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇതാണ്ട് ഇങ്ങനെ ഒരു സ്പ്രെയർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ സ്പ്രേ ചെയ്യുകയും ചെയ്യാം, എല്ലായിടവും വെള്ളം വീഴുകയും ചെയ്യും. ഇത് സെലറി, ലെറ്റ്യൂസ്, കണ്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് സ്പ്രേ ചെയ്യാം. കണ്ടോ, ഇത് സിസ്റ്റാടൊക്കെ ഞാൻ മാറ്റി നട്ടില്ലായിരുന്നു, അതെല്ലാം നമുക്ക് പുതിയ ഗ്രോ ബാഗിലോട്ടൊക്കെ മാറ്റി നടാൻ സമയമായി. ഇതുപോലെ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ ഇതുപോലെ സ്പ്രേ ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്തെടുക്കാം. സമയം ലാഭിക്കും ഒന്നാമതല്ല. മറ്റേ സ്പ്രേയറിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒന്ന് വർക്ക് ചെയ്യണ്ടല്ലോ. നിൽക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ചേവിട്ട് നല്ല ഇലയിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഉഷാറാണ്. മഴ പറയും കൂടെ ആയണ്ടേ നല്ല ചൂടാണ്. അപ്പോൾ ഇങ്ങനെ മഴ പോലെ ഇങ്ങനെ അവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ മൊബൈലിൽ ചാർജ് കണക്കാം, ചാർജ് തീരുമ്പോൾ ഇതങ്ങ് ഓഫാവും. അപ്പം നമ്മൾ വീണ്ടും കൊണ്ടുപോയി കുത്തിയിട്ടാൽ മതി, ചാർജ് ചെയ്താൽ മതി. ഒരു 4-5 മണിക്കൂറാകുമ്പോൾ ഫുൾ ചാർജ് കയറും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് സ്പ്രെയർ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇത് മേടിക്കാൻ നോക്കുക കേട്ടോ. പെട്ടെന്ന് ചീത്തയൊന്നും ആയി പോകത്തില്ല, കാരണം ഞങ്ങൾ 2 വർഷം കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോഴേ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിടാൻ തോന്നിയത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ.